ദിവസങ്ങളുണ്ട് കുക്ക് ചെയ്യാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല, അടുക്കളയിൽ കയറാൻ തന്നെ തോന്നില്ല. അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കുറച്ച് കറികളുണ്ട്. അതിലൊരെണ്ണമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പൊട്ടറ്റോയും ക്യാരറ്റാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ചപ്പാത്തിയുടെ കൂടെ ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഉണ്ടാക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത പ്രാവശ്യം നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്ക്. ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ടെസ്റ്റിമോണിയൽസിലേക്ക് കിടക്കാം. ലുക്മാൻ AM നമ്മുടെ തലശ്ശേരി ദം ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പ്ലേറ്റ് ചെയ്തിട്ടൊക്കെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. താങ്ക്സ് എ ലോട്ട്. റെസിപ്പീസ് ട്രൈ ചെയ്ത് നിങ്ങൾ ടെസ്റ്റിമോണിയൽസ് അയക്കാൻ മറക്കരുത്. recipes@gmail.com ആണ് എൻ്റെ ഇമെയിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിഷ് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ പറ്റിയ, പെട്ടെന്ന് സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റിയ പൊട്ടറ്റോയും ക്യാരറ്റ് വെച്ചിട്ടൊരു സ്റ്റൂ പോലത്തെ ഒരു കറിയാണ്. വേഗം തന്നെ ഉണ്ടാക്കാം, നമുക്ക് നോക്കാം. അതിന് വേണ്ടി ആവശ്യമുള്ളത് 2 വലിയ പൊട്ടറ്റോസ്, ഒരു മീഡിയം സൈസ്ഡ് ക്യാരറ്റ്, പിന്നെ ഒരു സവാള വേണം, 4 വലിയ അല്ലിയുള്ള വെളുത്തുള്ളി, പിന്നെ നല്ല മണമുള്ള ഏതെങ്കിലും ഒരു പച്ചമുളക് അല്ലെങ്കിൽ മിനി പെപ്പർ എന്ന് പറഞ്ഞിട്ട് കിട്ടണ നല്ലൊരു മണമുള്ളതായിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും ഒരുവിധം മീഡിയം സൈസ്ഡായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് കഷ്ണങ്ങളാക്കി വെക്കാം. പിന്നെ നമ്മുടെ സവാള സ്ലൈസ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്താൽ മതി, ഇതുപോലെ. പിന്നെ നമ്മുടെ ചെറിയ മുളക് അല്ലെങ്കിൽ മിനി പെപ്പർ ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചെറിയൊരു സോസ് പാൻ വേണം. നമ്മുടെ ഈ പൊട്ടറ്റോ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു സോസ് പാൻ. അതിലൊരു ലെയർ പൊട്ടറ്റോയും ക്യാരറ്റ് ആദ്യം ഇടാം. അതിൻ്റെ മുകളിലൊരു ലെയർ നമ്മുടെ സവാളയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് മൂടാനുള്ള അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. അതൊന്ന് മുങ്ങിക്കിടക്കണം. അതുകൊണ്ടാണ് ചെറിയ സോസ് പാൻ ഉപയോഗിക്കുന്നത്, പരന്ന പാത്രമാവരുത്. ഇനി നമുക്ക് തീ വെച്ചിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം തീയിൽ ഒന്ന് പകുതി മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം പൊട്ടറ്റോ വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പൊട്ടറ്റോ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് പാകത്തിന് ചേർക്കാം. 1/2 മുതൽ 3/4 ടീസ്പൂൺ ഉപ്പ് വരെയും ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. അതിനു വേണ്ടി ആവശ്യമുള്ളത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നാടൻ കറി മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ആ ചെറിയ മുളകും കൂടി ഇപ്പോൾ ആഡ് ചെയ്യാം. ഇതിനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ മസാലപ്പൊടികളൊക്കെ ഒന്ന് വേവാൻ 1 മിനിറ്റും കൂടി നമുക്കിതൊന്ന് തിളപ്പിക്കാം. ഒരുപാട് ചാറ് ബാക്കി ഉണ്ടാവരുത്, ചെറുതായിട്ട് നല്ല കുറുകി കട്ടിയായിട്ട് വന്നിരിക്കണം ഈ സമയത്ത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് കീറി മുകളിലിട്ട് കൊടുക്കാം. എന്നിട്ട് അവസാനം 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, അല്ലെങ്കിൽ ഈ കാർട്ടണിൽ കിട്ടുന്ന കോക്കനട്ട് ക്രീം ആയാലും അതും നല്ലതാണ്. 1/4 കപ്പ് മതി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഏറ്റവും ഒടുവിൽ കുറച്ചും കൂടി കറി മസാലപ്പൊടി, എൻ്റെ നാടൻ കറി മസാലപ്പൊടിയുടെ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ, അത് ഇതിന് ബെസ്റ്റാണ്. അതൊന്ന് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ കറി റെഡിയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റേറിയൻ കറിയാണ്. കുട്ടികൾക്കും ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവും. ഇത് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മക്കൾ വളരെ ചെറുതായിരുന്നപ്പോൾ, എൻ്റെ ആദ്യത്തെ മോള് ചെറുതായിരുന്നപ്പോൾ എനിക്കൊരു ഹെൽപ്പർ ഉണ്ടായിരുന്നു, ഷീജ. അപ്പോൾ ഷീജയും വളരെ യങ് ആയിരുന്നു അന്ന്, ഞാനും യങ് ആയിരുന്നു. അപ്പോൾ ഷീജ ഉണ്ടാക്കുന്ന ഒരു കറിയായിരുന്നു ഇത്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ ഷീജനെ ഓർക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ വിവരം അറിയിക്കണം. സിമ്പിൾ ആൻഡ് ക്വിക്ക് വെജിറ്റബിൾ സ്റ്റൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഷാന.